ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുക. അത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ ഗിസാഡ് വെച്ചിട്ടൊരു കറിയാണ്. ഈ ചിക്കൻ ഗിസാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിൻ്റെ അകത്തുള്ളൊരു കക്കാമ്പൽ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. അതിനെ ഇംഗ്ലീഷിൽ ചിക്കൻ ഗിസാഡ് എന്നാണ് പറയുക. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു പ്രഷർ കുക്കർ എടുക്കാനത്തേക്ക് ക്ലീൻ ചെയ്തിട്ടുള്ള ചിക്കൻ ഗിസാഡ് ഇടുക. കുറച്ച് സവാള, കുറച്ച് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു കഷ്ണം തക്കാളി, ഒരു പകുതി മുറി തക്കാളി ആയാലും മതി. പിന്നെ ശകലം കുരുമുളക് പൊടി, ഗരം മസാലയൊക്കെ എല്ലാം ഇട്ടിട്ട് തേങ്ങാക്കൊത്തും ഇടണേ, എല്ലാം കൂടി ഇട്ടിട്ട് കുക്കറിനകത്ത് വേവിച്ചെടുക്കണം. അതിനുശേഷം ഒരു പാൻ വെക്കുക. ഈ പാനകത്തോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചാലും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് വിടണം, ഇങ്ങനെ വിടുമ്പോൾ നല്ല കുറച്ചുകൂടി ടേസ്റ്റ് ആവും. അപ്പോൾ ആ വെളിച്ചെണ്ണയിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂപ്പിച്ച് വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് പച്ചമുളകും ബാക്കിയുള്ള സവാള ഇട്ട് കൊടുക്കാം. അപ്പം നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ച സവാളയിലും പച്ചമുളകിലൊക്കെ ഉണ്ടായിരുന്നതിൻ്റെ കുറച്ച് ഭാഗം ഇട്ടിട്ടാണ് നമ്മൾ കുക്കറിനകത്ത് ചിക്കൻ ഗിസാഡ് വേവിച്ച് വെച്ചിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം നമുക്കിങ്ങനെ ഒരു മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ട് വരുന്നതാണ് എല്ലാവരും പറയും. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അടച്ചു വെച്ച് വഴറ്റുകയാണെങ്കിൽ പെട്ടെന്ന് റെഡിയാവും. നമ്മുടെ ചിക്കൻ ഗിസാഡ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള ഈ സവാളയിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികൾ ചേർക്കണം. ആവശ്യമുള്ള പൊടികൾ എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, എല്ലാം നമ്മൾ നോർമലി എന്തൊക്കെയാണ് ചേർക്കുക, ഒരു ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെയാണ് ചേർക്കുന്നത് ആ സെയിം മസാല നമുക്ക് ഇതിനകത്ത് ചേർക്കാം. എല്ലാം ചേർത്തതാണ് ഞാനൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി എല്ലാം ഒന്ന് റെഡി ആയിട്ട് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലും കൂടെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഗിസാഡ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏകദേശം പച്ചമണമൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഗിസാഡ് ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ച് കുറുക്കിയെടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ച് ഇതിൻ്റെ വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഗ്രേവി കുറച്ച് അധികം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം വറ്റുന്നതിന് മുന്നേ എടുക്കാം. നല്ലോണം മുരിഞ്ഞ് ഫ്രൈ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെള്ളം വറ്റിച്ച് നന്നായിട്ട് മുരിച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ ഏകദേശം നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ എല്ലാ അവസാനം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം.